Life after plus 2. Hey guys, welcome back to the channel Remix Diaries. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു വ്ളോഗ് അല്ല, ഒരു റെസിപ്പി അല്ല, ജസ്റ്റ് ഒരു നോർമൽ ടോക്ക്. പ്ലസ് 2 കഴിഞ്ഞിട്ടുള്ള എൻ്റെ എക്സാക്ട് ലൈഫ് എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി. മേ ബി ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ അവർ ഈ വീഡിയോയുടെ അവസാനം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഹോണസ്റ്റ്ലി പ്ലസ് 2 കഴിഞ്ഞ് നിൽക്കുന്ന എല്ലാവരും മെയിനായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പ്ലസ് 2 കഴിഞ്ഞ് കുറച്ച് നാൾ നമ്മളിങ്ങനെ ഫ്രീഡമായിട്ടൊക്കെ ഇങ്ങനെ നടക്കാമെന്ന്. പക്ഷേ റിയാലിറ്റി ഡിഫറെൻ്റാണ്. രാവിലെ എണീക്കുമ്പം നമുക്ക് ഹോംവർക്ക് ചെയ്യേണ്ട, സ്കൂളിൽ പോയി എക്സാംസ് എഴുതേണ്ട, ക്ലാസ്സുകളില്ല. ഇതൊക്കെ ആയിരിക്കും ആദ്യം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ ഫ്രീഡത്തിന് പകരം നമ്മുടെ മനസ്സിൽ മൊത്തം വരുന്നത് കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി എന്താണ്, കോളേജ് എവിടെയാണ്, നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളൊരു 100 കോട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ അപ്പോൾ ഉള്ളത്. അല്ലാതെ ഫ്രീഡമായിട്ട് നടക്കണമെന്ന ചിന്ത പോലും കാണത്തില്ല. നമുക്ക് ഇങ്ങനെ ആലോചിച്ച് ഒരു കുന്ന് കയറി ഇങ്ങനെ ഇരിക്കുമ്പം നമ്മൾ റീൽസൊക്കെ കാണാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കും. സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കി കഴിയുമ്പം ഓരോരുത്തർ അവരവരുടെ ഹാപ്പി മൊമെൻറ്റ്സൊക്കെ റീൽസായിട്ട് ഇട്ടിരിക്കുന്നത് നമ്മൾ കാണും. അപ്പോൾ നമ്മൾ അവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ അവരവരുടെ ഹാപ്പി മൊമെൻറ്റ്സ് മാത്രമാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അവരുടെ ബാഡ് മൊമെൻറ്റ്സ് നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഒരിക്കലും ഇല്ല. അപ്പം ആ ഒരു കാര്യം വെച്ച് നമ്മളെ തന്നെ കമ്പയർ ചെയ്യാതെ ഇരിക്കുക. അപ്പം നമ്മൾ ആ ഒരു ഇത് വെച്ച് നമ്മൾ ചോദിക്കും, ആക്ച്വലി എനിക്ക് മാത്രമാണോ ഇങ്ങനെ? ശരിക്കും പറഞ്ഞാൽ അല്ല. പിന്നെ ഞാൻ ഒരു കാര്യം പഠിച്ചെന്ന് പറഞ്ഞാൽ, ഡോണ്ട് റഷ് യുവർ ലൈഫ്. എല്ലാം ഒരു ദിവസം കൊണ്ട് സെറ്റാകാനൊന്നും പോകുന്നില്ല. സ്മോൾ സ്റ്റെപ്സ് മതി. ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ലൈഫിൽ ഒരു കൺഫ്യൂഷൻ ഫേസ് ത്രൂ ചെയ്യുന്നുണ്ട്. ന്യൂ സ്കിൽസ് പഠിക്കാം, ന്യൂ ഹോബീസ് നമുക്ക് ചെയ്യാം, ഫാമിലിയുടെ ടൈം സ്പെൻഡ് ചെയ്യാം, നമുക്ക് വേണ്ടി സെൽഫ് കെയർ ചെയ്യാം. ലൈഫ് സ്ലോലി മൂവ് ആകും. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരുമായി നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യുന്നത് ആദ്യം സ്റ്റോപ്പ് ചെയ്യുക. ബിക്കോസ് എവരി വൺ ഹാസ് ഡിഫറെൻറ്റ് ടൈം ലൈൻ. സംവൺ ഗെറ്റ്സ് എ ജോബ് ഏർലി, സംവൺ സ്റ്റാർട്ട്സ് എ ബിസിനസ്. അതുകൊണ്ട് നമ്മൾ ലേറ്റ് ആണെന്ന് അർത്ഥമില്ല. ട്രസ്റ്റ് യുവർ ഓൺ ജേർണി. ഇതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവർക്കും അവരുടേതായ ഒരു ടൈമുണ്ട്. ആ ടൈമിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. അതിന് പെട്ടെന്ന് ധൃതി പിടിച്ച് എല്ലാം ചെയ്യണമെന്നില്ല. അപ്പോൾ അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകത്തേ ഉള്ളൂ. എല്ലാം പതിയെ ചിന്തിച്ച് ഓരോ സ്റ്റെപ്സ് എടുക്കുക. ഇതേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഗൈസ്.